قل هل يستوي الذين يعلمون والذين لا يعلمون. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ തയമ്മത്തിനെക്കുറിച്ചും അതേപോലെ തന്നെ വുളൂഇനെക്കുറിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമായ നമസ്കാരത്തെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളും ചില പഠനങ്ങളുമാണ് ഇനിയുള്ള 2-3 ക്ലാസ്സുകളിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതിൽ നമസ്കാരത്തിൻ്റെ നിബന്ധനകളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് നമസ്കാരത്തിൻ്റെ നിബന്ധനകൾ? ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? നമസ്കാരം നിർബന്ധമാകാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ആമുഖമായിക്കൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. മുസ്ലിമിന് മാത്രമാണ് നമസ്കാരം നിർബന്ധമുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിമായ ആളുകൾക്കാണ് നമസ്കാരം നിർബന്ധമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാമത് നമ്മൾ അറിയേണ്ടത് ബുദ്ധിയുള്ള ആളുകൾക്കാണ്. ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭ്രാന്തമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമസ്കാരം നിർബന്ധമില്ല. ഇസ്ലാം ആയിരിക്കണം, അതേപോലെ തന്നെ ബുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളത് നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ പ്രായപൂർത്തി എത്തിയ ആളുകൾക്കാണ് നമസ്കാരം നിർബന്ധമുള്ളത്. നമ്മൾ ചെറുപ്പകാലങ്ങളിലെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, 7 വയസ്സായാൽ കുട്ടികളോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും 10 വയസ്സായിട്ടും കുട്ടികൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ അടിക്കുകയും ചെയ്യണം എന്ന് നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയതാണ്. അപ്പോൾ പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള മുസ്ലിമായ ഓരോരുത്തർക്കും നമസ്കാരം എന്താണ്? നിർബന്ധമാണ്. നമസ്കാരത്തിൻ്റെ നിബന്ധനകളാണ് അതൊക്കെ. ഒന്ന് മുസ്ലിം ആയിരിക്കണം, ബുദ്ധിയുണ്ടായിരിക്കണം, പ്രായപൂർത്തി എത്തണം, അതേപോലെ തന്നെ സമയമാവുക എന്നുള്ളതും നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. സമയമാകാതെ നമസ്കരിക്കാൻ പാടില്ല. ഓരോരോ നമസ്കാരത്തിനും നിർണയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയമായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം ഓരോരോ നമസ്കാരങ്ങളും നമസ്കരിക്കേണ്ടതും നിർവഹിക്കേണ്ടതും. ഈ 4 കാര്യങ്ങളും നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. ഒന്ന് ഇസ്ലാം ആയിരിക്കണം, മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തേത് ബുദ്ധിയുണ്ടായിരിക്കണം. മൂന്നാമത്തേത് പ്രായപൂർത്തി എത്തിയിരിക്കണം. നാലാമത്തേത് സമയമാവുക അല്ലെങ്കിൽ ഓരോരോ നമസ്കാരത്തിൻ്റെയും സമയമായിട്ടായിരിക്കണം ആ നമസ്കാരം നിർവഹിക്കേണ്ടത്. ഈ 4 കാര്യങ്ങളും നമസ്കാരത്തിൻ്റെ നിബന്ധനകളുമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. ഇതിൽ നമ്മൾ നമസ്കാരത്തിൻ്റെ സമയവും നമസ്കാരത്തിൻ്റെ റക്അത്തുകളും അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ പേരുകളുമൊക്കെ
നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ് എങ്കിലും സൂചിപ്പിക്കുകയാണ്. 5 നേരത്തെ നമസ്കാരങ്ങളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് അവൻ നിർവഹിക്കേണ്ട നമസ്കാരങ്ങൾ. സുബഹി ഉണ്ട്, ളുഹറുണ്ട്, അസ്ർ, മഗ്രിബ്, ഇശാ. ഈ 4 നമസ്കാരങ്ങളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ പറ്റാത്ത, ഉപേക്ഷിക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട നമസ്കാരങ്ങൾ. ഈ 4 നമസ്കാരങ്ങളാണ്. ആ ഓരോരോ നമസ്കാരങ്ങളും എത്ര റക്അത്തുകളാണ്? നമുക്കറിയാം, സുബഹി നമസ്കാരം, ഫജ്ർ നമസ്കാരം 2 റക്അത്തുകളാണ്. സുബഹി നമസ്കാരം 2 റക്അത്താണ് നമസ്കരിക്കേണ്ടത്. ളുഹറും അസ്റും ഇശാവും 4 റക്അത്തുകൾ വീതമാണുള്ളത്. മഗ്രിബ് 3 റക്അത്താണ്. ഇതാണ് 5 നമസ്കാരങ്ങളുടെ പേരും അവയുടെ റക്അത്തുകളും. സുബഹി 2 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്, ബാക്കി വരുന്ന ളുഹർ, അസ്ർ, ഇശാ ഈ 3 നമസ്കാരങ്ങളും 4 റക്അത്തുകൾ വീതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഏതൊക്കെയാണ് ഈ നമസ്കാരങ്ങളുടെ സമയം? ഏതൊക്കെയാണ്? സുബഹി നമസ്കാരത്തിൻ്റെ, ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയം എപ്പം മുതലാണ്? ളുഹറിൻ്റെയും അസ്റിൻ്റെയും സമയം ഏത് മുതൽ ഏതുവരെയാണ്? മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും സമയം ഏത് മുതൽ ഏതുവരെയാണ്? ഓരോ നമസ്കാരത്തിനും അതിന് നിർണയിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അതാത് സമയത്ത് നമസ്കരിക്കണം, അതായത് സമയത്താണ് നിർവഹിക്കേണ്ടത്. അത് സുബഹി നമസ്കാരത്തിൻ്റെ സമയം നമുക്കറിയാം, പ്രഭാതം മുതൽ സൂര്യോദയം വരെയാണ്. സുബഹി നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് പ്രഭാതം മുതലും ആ സുബഹി നമസ്കാരത്തിൻ്റെ, ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതോടൊപ്പമാണ്. സൂര്യോദയം വരെയാണ് ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയം. അതേപോലെ തന്നെ ളുഹർ നമ്മൾ പറഞ്ഞു, 4 റക്അത്താണ് ളുഹർ നമസ്കാരമുള്ളത്. ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് ളുഹർ നമസ്കാരത്തിൻ്റെ സമയം? നമുക്കറിയാം, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും ചായുന്നത് മുതൽ അസറിൻ്റെ സമയം വരെയാണ്. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ അസറിൻ്റെ സമയമാകുന്നത് വരെയാണ് ഏത് നമസ്കാരത്തിൻ്റെ സമയം? ളുഹർ നമസ്കാരത്തിൻ്റെ സമയം. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നിഴൽ, ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളം എത്തുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതിനോളമാവുന്നത് വരെ, ആ ഒരു സമയമാണ് ളുഹർ നമസ്കാരത്തിൻ്റെ സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ അസ്റിൻ്റെ സമയം വരെ ആണ് എന്ത്? ളുഹർ നമസ്കാരത്തിൻ്റെ സമയം. ഇനി അസ്ർ 4 റക്അത്താണ്. അസ്റിൻ്റെ സമയം ആരംഭിച്ചത് മുതൽ, അസ്റിൻ്റെ സമയം, അതായത് ളുഹറിൻ്റെ സമയം അവസാനിക്കുന്നിടത്ത് എന്ത് ചെയ്യും? അസ്റിൻ്റെ സമയം ആരംഭിക്കും. ആ അസ്റിൻ്റെ സമയം ആരംഭിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് എന്ത്? അസ്ർ നമസ്കാരത്തിൻ്റെ സമയം. അസ്ർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിച്ചത് മുതൽ, അതായത് ളുഹർ നമസ്കാരത്തിൻ്റെ സമയം അവസാനിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം വരെയാണ് അസ്ർ നമസ്കാരത്തിൻ്റെ സമയം. ഇനി മഗ്രിബ് എപ്പോഴാണ്? മഗ്രിബിൻ്റെ സമയം, മഗ്രിബ് 3 റക്അത്താണ്. മഗ്രിബിൻ്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ, അസ്ർ നമസ്കാരത്തിൻ്റെ സമയം കഴിയുന്ന സമയമുണ്ടല്ലോ, സൂര്യാസ്തമയം, ആ സൂര്യൻ അസ്തമിച്ചത് മുതൽ ചക്രവാളത്തിലെ ചുവപ്പ് മായുന്ന സമയം വരെ. നമുക്കറിയാം, മഗ്രിബിൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുവന്ന നിറം കാണാൻ പറ്റും. ആ ചക്രവാളത്തിൽ നിന്ന് ആ ചുവപ്പ് മായുന്നത് വരെയാണ്, പോകുന്നത് വരെയാണ് ഏത്? മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് മഗ്രിബിൻ്റെ സമയം. സൂര്യൻ അസ്തമിച്ചത് മുതൽ ചക്രവാളത്തിലെ ചുവപ്പ് മായുന്നത് വരെ, അതാണ് ഇത് മഗ്രിബിൻ്റെ സമയം. ഇനി ഇശാ 4 റക്അത്താണ്. ഇശാഇൻ്റെ സമയം എപ്പോഴാണ്? ചുവപ്പ് മായുന്നത് മുതൽ, അതായത് മഗ്രിബിൻ്റെ സമയം അവസാനിച്ചത് മുതൽ രാത്രിയുടെ പകുതി വരെയാണ് എന്ത്? ഇശാ നമസ്കാരത്തിൻ്റെ സമയം. ചക്രവാളത്തിലെ ചുവപ്പ് മായുന്നത് മുതൽ, അല്ലെങ്കിൽ മാഞ്ഞത് മുതൽ
അർദ്ധരാത്രി വരെയാണ്, അല്ലെങ്കിൽ രാത്രിയുടെ പകുതി വരെയാണ് ഇശാ നമസ്കാരത്തിൻ്റെ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് അടിസ്ഥാനപരമായിട്ട് നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ സമയമാവുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരോ നമസ്കാരത്തിൻ്റെയും സമയം നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് മുതലാണ് ഓരോരോ നമസ്കാരത്തിൻ്റെയും സമയം ആരംഭിക്കുന്നത്, എവിടെയാണ് ആ ഓരോരോ നമസ്കാരത്തിൻ്റെയും സമയം അവസാനിക്കുന്നത്, എത്ര വരെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ് നഗ്നത മറക്കുക എന്നുള്ളത്. ഔറത്ത് മറക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ്. അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഔറത്ത് മറക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ മറച്ചിരിക്കണം. അപ്പോൾ ഔറത്ത് മറക്കുക, നഗ്നത മറക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ്. പുരുഷൻ്റെ നഗ്നത നമുക്കറിയാം മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. കാൽമുട്ടിൻ്റെയും അതേപോലെ തന്നെ തൻ്റെ പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഔറത്ത്. ആ ഭാഗം മറക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ഔറത്ത് അല്ലെങ്കിൽ സ്ത്രീയുടെ നഗ്നത എന്ന് പറയുന്നത് അവളുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും എന്താണ്, മറഞ്ഞിരിക്കണം, ഔറത്താണ്. അത് വെളിപ്പെടാൻ പാടില്ല. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറയണം. ആ നഗ്നത മറക്കൽ നിർബന്ധമാണ്. ഇതും എന്താണ്, നമസ്കാരത്തിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ഇനി ഇതുമായി മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി ശുദ്ധിയാവുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ശുദ്ധി ഉണ്ടാവണം, അല്ലേ? വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ തന്നെ എന്തുണ്ടായിരിക്കണം, വുളു ഉണ്ടായിരിക്കണം. വലിയ അശുദ്ധിയുള്ളവൻ ശുദ്ധിയാവണമെങ്കിൽ അവൻ കുളിക്കണം. ചെറിയ അശുദ്ധിയാണെങ്കിലോ അവൻ അതിൽ നിന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ അവൻ ഒളു എടുക്കണം. അപ്പം നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ, നമസ്കാരം ശരിയാവണമെങ്കിൽ അവൻ എന്തായിരിക്കണം, ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. വലിയ അശുദ്ധിയുള്ള ആളാണെങ്കിൽ കുളിക്കുകയും വേണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഒളു എടുക്കുകയും വേണം. അതല്ല ചെറിയ അശുദ്ധി മാത്രമുള്ള ആളാണെങ്കിൽ അവൻ ഒളു എടുത്താൽ മാത്രം മതി. അപ്പോൾ ശുദ്ധിയാവുക, ഒളു എടുക്കുക, വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ കുളിക്കുക, എന്നിട്ട് ഒളു എടുക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ നിബന്ധനയിൽ പെട്ടതാണ്. ഇനി ശരീരം, വസ്ത്രം, നമസ്കാര സ്ഥലം എന്നിവ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാവണം. നമ്മുടെ ശരീരം, അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രം, നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലം, ഇവയൊക്കെ വൃത്തിയുള്ളതും മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയുള്ളതുമായിരിക്കണം. നജസ്സുള്ള ശരീരത്തോടു കൂടി, നജസ്സുള്ള വസ്ത്രത്തോടു കൂടി, നജസ്സുള്ള സ്ഥലങ്ങളിൽ, വൃത്തിയില്ലാത്ത മാലിന്യമുള്ള സ്ഥലങ്ങളിൽ നമസ്കരിക്കാൻ പാടുള്ളതല്ല. അത് നമസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലവുമൊക്കെ എന്ത് ചെയ്യണം, വൃത്തിയുള്ള ശുദ്ധിയുള്ള ആയിരിക്കണം. അപ്പോൾ നമസ്കാരത്തിൻ്റെ സ്ഥലം, നമ്മുടെ ശരീരം, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഇവയൊക്കെ എന്താണ്, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ വൃത്തിയുള്ളതായിരിക്കണം. ഇത് നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഖിബിലയെ മുന്നിട്ടുകൊണ്ട് അഭിമുഖീകരിച്ചു കൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. നമസ്കരിക്കുന്ന സമയത്ത് ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ ഓരോരോ രാജ്യങ്ങളിലും ഓരോരോ നാട്ടിലും എന്താണ്, വ്യത്യസ്ത ദിശകളിലേക്കായിരിക്കും ഖിബില ഉണ്ടാവുക. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ഏത് ദിശയിലേക്കാണോ നമ്മൾ ഖിബിലയുള്ളത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അപ്പോൾ ഖിബിലക്ക് നേരെ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത്, ഖിബിലയെ അഭിമുഖീകരിച്ചുകൊണ്ട്, കഅബയെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരം ശരിയാകാനുള്ള നിബന്ധനയിൽപ്പെട്ടതാണ്. അത് നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്ന നമസ്കാരമാണ് നമസ്കരിക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടി, നീയത്തോടു കൂടി ആയിരിക്കണം ഓരോരോ നമസ്കാരങ്ങളും നമസ്കരിക്കേണ്ടത്. സുബഹി നമസ്കരിക്കുമ്പോൾ സുബഹിയാണ് നമസ്കരിക്കുന്നത് എന്ന് മനസ്സിൽ കരുതണം. ലുഹറാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ലുഹറാണ് നമസ്കരിക്കുന്നത് എന്ന് മനസ്സിൽ കരുതണം. അതേപോലെ തന്നെ ഓരോരോ നമസ്കാരങ്ങളും ഏത് നമസ്കാരമാണോ നിർവഹിക്കുന്നത് ആ ഇന്ന നമസ്കാരമാണ് നിർവഹിക്കുന്നത് എന്ന് മനസ്സിൽ കരുതി ആ ഒരു ഉദ്ദേശത്തോടു കൂടി, നീയത്തോടു കൂടി ആയിരിക്കണം ഓരോരോ നമസ്കാരങ്ങളും നിർവഹിക്കേണ്ടത്. ഇതും നമസ്കാരത്തിൻ്റെ നിബന്ധനയിൽ പെട്ടതാണ്.
ഇനി വിവേകമുണ്ടായിരിക്കണം. ഇത് നമസ്കാരത്തിന് നിബന്ധന അവസാനമായിട്ടുള്ളത് എന്താണ്? വിവേകമുള്ളായിരിക്കണം. എന്താണ് വിവേകം? പക്വത എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വിവേകമുള്ളവ ആയിരിക്കണം. എന്ത്? വിവേകത്തോടു കൂടി ആയിരിക്കണം നമസ്കരിക്കേണ്ടത്. അതും നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ്. 10ഓളം നിബന്ധനകൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മുസ്ലിം ആയിരിക്കണം, ഇസ്ലാം ആയിരിക്കണം, ബുദ്ധിയുണ്ടാവണം, പ്രായപൂർത്തി എത്തിയിരിക്കണം, സമയമായി എന്ന് ഉറപ്പുവരുത്തണം, ഓരോരോ നമസ്കാരത്തിൻ്റെയും റക്അത്തുകളും ഓരോരോ നമസ്കാരത്തിൻ്റെയും പേരുകളും ഓരോരോ നമസ്കാരത്തിൻ്റെ സമയം എപ്പോൾ ആരംഭിക്കുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമസ്കരിക്കുന്നവൻ എന്ത് ചെയ്യണം? നഗ്നത മറച്ചുകൊണ്ടായിരിക്കണം. പുരുഷന്റെ ഔറത്ത് പറഞ്ഞു, സ്ത്രീയുടെ ഔറത്ത് പറഞ്ഞു. ശുദ്ധി ഉണ്ടാവണം. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായ അവസ്ഥയിലായിരിക്കണം നമസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ നമസ്കരിക്കുന്നവൻ്റെ ശരീരം, അവൻ്റെ വസ്ത്രം, അവൻ നമസ്കരിക്കുന്ന സ്ഥലം, ഇവയൊക്കെ നജസിൽ നിന്ന്, മാലിന്യത്തിൽ നിന്ന് മുക്തമാവും. പിന്നെ കിബിലക്ക് നേരിട്ട് കൊണ്ടായിരിക്കണം, കിബിലയെ അഭിമുഖീകരിച്ചു കൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. പിന്നെ ഓരോരോ നമസ്കാരവും ഏത് നമസ്കാരമാണോ നിർവഹിക്കുന്നത്, ഇന്ന നമസ്കാരമാണ് നിർവഹിക്കുന്നത് എന്ന നിയ്യത്തോടു കൂടി, ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഓരോരോ നമസ്കാരവും നിർവഹിക്കേണ്ടത്. വിവേകമുണ്ടായിരിക്കണം. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ നിബന്ധനകൾ ഓരോന്നും കൃത്യമായിക്കൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അത് കൃത്യമായിക്കൊണ്ട് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവും. വെറുതെ നമസ്കരിച്ചാൽ പോരാ. നമസ്കാരം ശരിയാവാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ പൂർത്തിയാവണം, ഏതെല്ലാം കാര്യങ്ങൾ പാടില്ലാത്തതുണ്ട്, അതൊക്കെ കൃത്യമായിക്കൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നമസ്കാരം നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ നിബന്ധനകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നല്ല ബോധ്യത്തോടു കൂടി, നല്ല അറിവോടു കൂടി ആയിരിക്കണം ഓരോരോ നമസ്കാരവും നമ്മൾ നിർവഹിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം. വിവേകത്തോടു കൂടി, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി, കിബിലക്ക് നേരെ മുന്നിട്ടുകൊണ്ട് ഓരോരോ നമസ്കാരത്തിൻ്റെയും സമയം കണക്കാക്കി അതാത് നമസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാനുമൊക്കെ നമ്മൾ തയ്യാറാവുക. ആ നിലക്ക് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കുവാനും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിക്കൊണ്ട് പഠിച്ചു മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുവാനുണ്ട്. ഇൻഷാ അല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ